And improving your accent doesn't happen overnight. You need to work accordingly. ഇപ്പോഴും വില്ലേജ് എന്ന് പറയുന്ന സാധനം യു നീഡ് ടു സൗണ്ട് എല്ലാ സൗണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഷംസ് സാറെ ക്ലാസ് വെച്ചതില്ലേ, ആ സൗണ്ട് നിങ്ങൾ അത് വർക്ക് ചെയ്യണം. അങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ആവുക. പ്രൊനൗൺസിയേഷൻ വൺ ഓഫ് ദി പില്ലേഴ്സ് ഓഫ് ആക്സെൻറ്റ്. വേർഡ് കണക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിൽ ഡിസ്കസ് ബട്ട് വി നീഡ് ടു പ്രാക്ടീസ് സൗണ്ട്സ്. പിന്നെ പതിയെ പറയുമ്പോൾ ഇതൊക്കെ പറ്റുള്ളൂ. പതിയെ പറയുമ്പോൾ സ്ലോ ആയിട്ട് പറയുമ്പോഴാണ് അത് ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാൻ പറ്റുക. അപ്പോഴാണ് നമുക്കത് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റുക. ഈ സൗണ്ടുകളൊക്കെ നമുക്ക് അറ്റൻഡ് ഇതാക്കാൻ പറ്റുന്നത്. ഈ വേർഡ് ലിങ്കിങ് എന്നുള്ളത് വൺ ഓഫ് ദി എലിമെൻറ്റ്സ് ഓഫ് ആക്സെൻറ്റ്. നമ്മൾ ആക്സെൻറ്റ് നന്നാക്കണമെങ്കിൽ പറഞ്ഞേ ഐ വെൻറ്റ് ദേർ. പറഞ്ഞേ ഇനി സാധാ പോലെ പറഞ്ഞേ, അങ്ങനെ പറയരുത്. ഐ വെൻറ്റ് ദേർ. എന്താ ഐ വെൻറ്റ് ദേർ. അപ്പോൾ ഐ വെൻറ്റ് ദേർ എന്ന് പറയരുത്, ഐ വെൻറ്റ് ദേർ. അപ്പോൾ ദിസ് ഈസ് കോൾഡ് വേർഡ് കണക്ഷൻ. ഇതിനെ വേർഡ് കണക്ട് ചെയ്ത് പറയുക. അപ്പോൾ പറഞ്ഞേ ബസ് സ്റ്റോപ്പ്. വി ഡോണ്ട് സേ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പ്. ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വാക്കുകൾ ചേർത്ത് പറയും. ഇതിന് കണക്ഷൻ, വേർഡ് കണക്ഷൻ എന്ന് പറയാം. ഇത് വൺ ഓഫ് ദി എലമെൻറ്റ്സ്. ഇതിന് ലിസണിങ്ങിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. സോ നീഡ് ടു ലിസൺ. ആരും ലിസൺ ചെയ്യാറുണ്ടോ? ആരെങ്കിലും അബദ്ധവശാൽ കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. ആരും ഇംഗ്ലീഷ് കേൾക്കാറില്ലല്ലോ. എവിടെ സാർ, ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയമല്ലേ, നോമ്പറൊക്കെ ഉണ്ടാകുന്ന സമയം, പിന്നെയാണ് ഓക്കെ. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ യു കാൻ ഇംപ്രൂവ് യുവർ ആക്സെൻറ്റ്. വി ഹാവ് ബീൻ വർക്കിംഗ് ഓൺ അവർ ആക്സെൻറ്റ് ഫോർ ഇയേഴ്സ്. സോ ഇറ്റ് ഡസൻറ്റ് ടേക്ക് ഓവർ എ നൈറ്റ്. ബട്ട് സ്റ്റിൽ യു ഹാവ് ടൈം. യു നീഡ് ടു വർക്ക്. ഇറ്റ് ടേക്സ് ടൈം. Pronunciation, accent. Pronunciation is one of the elements of accent, and by improving pronunciation you can somehow ഈ വാക്കുകൾ നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത് തന്നെ നല്ലൊരു ആക്സെൻ്റ് ആയി മാറും നമ്മൾ. അണ്ടർസ്റ്റാൻഡ് മീ? ഗോട്ട് ഇറ്റ്? പിന്നെ മ്യൂസിക്കാണ് ഇൻറ്റനേഷൻ എന്ന് പറയും സെൻറ്റൻസിന്. ഫോർ എക്സാമ്പിൾ, കം ഓൺ എവരിബഡി, ഡു യു അണ്ടർസ്റ്റാൻഡ്? കം ഓൺ, ഡു യു അണ്ടർസ്റ്റാൻഡ്? യു ഗോട്ട് ഇറ്റ്? I want to go there. Today is a Friday. അങ്ങനെ നമ്മൾ ആ ഒരു താളുണ്ടല്ലോ, ചോദ്യത്തിന് ചോദ്യമായിട്ടും സെൻറ്റൻസിന് സെൻറ്റൻസായിട്ടും ഇതൊക്കെ ഇടണം. അതൊക്കെ ആലോചിച്ച് പറയുമ്പേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഹലോ എവ്രി വൺ, ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഇസ് നിഷാദ് അഹമ്മദ് and I'm from Nepal. I'm 34 years old. I'm a teacher by profession. So you're talking about my family. I come from a large family. We are 8 of us. I have dad, mom and 5 siblings. I'm married with a kid. I like music, reading and traveling. That's all. ഒരു മ്യൂസിക് ഇതിനകത്തുണ്ടോ? ഉണ്ടോ? ഇത് പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കൊക്കെ വരുത്താൻ പറ്റും. എല്ലാം ഒരേപോലെ. മൈ നെയിം ഇസ് നിഷാദ് അഹമ്മദ്, ഐ എം ഫ്രം എടപ്പാൾ, ഐ എം 24 years old. ഇതിനൊന്നും കിട്ടില്ല, മ്യൂസിക് കിട്ടില്ല. അപ്പോൾ അതിനെന്തെങ്കിലും we need to regulate the speed, the pace and slowly, relaxedly you need to put it. Then automatically it comes. മനസ്സിലായോ? നോക്കൂ, ഇത് നല്ലൊരു ക്ലാസ് റൂമാണ്. പറഞ്ഞേ ഇത് നല്ലൊരു ക്ലാസ് റൂമാണ്. അല്ല, ശരിക്കും പറയണ, ഇത് നല്ലൊരു ക്ലാസ് റൂമാണ്. പറഞ്ഞേ അതിനകത്ത് ഇംഗ്ലീഷ് പറയൂ, ദിസ് ഈസ് എ നൈസ് ക്ലാസ് റൂം. ദിസ് ഇസ് എ നൈസ് ക്ലാസ് റൂം എന്ന് പറയരുത്. അപ്പം നമ്മൾ നല്ലതെന്ന് പറയുമ്പോൾ ആ നല്ലത് എവിടെയും വരണം, കുറച്ച് വരണം. ദിസ് ഇസ് എ നൈസ് ക്ലാസ് റൂം. We have got a spacious campus. അപ്പോൾ ആ സ്പേഷ്യസ് എന്ന് പറയുമ്പോൾ തന്നെ സ്പേസ് വരണം അവിടെ. അകലെ എന്ന് പറയുമ്പോൾ അകലെ തോന്നണം അവിടെ. ഇത് അകലെ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അകലെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അകലം തോന്നണം. വിശ്വസാറേ, ഇതാണ് ഇൻറ്റോനേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂസിക്. അണ്ടർസ്റ്റാൻഡ് മീ? ദിസ് ഈസ് ബാഡ്. പറഞ്ഞേ ഹലോ, ദിസ് ഈസ് റിയലി ബാഡ്. പറയൂ. സുധ ടീച്ചറെ ചിരിച്ചിട്ടാ പറഞ്ഞത്, ദിസ് ഈസ് റിയലി ബാഡ്. ആ ബാഡിന് ആ സൗണ്ടിൽ എന്തേ തോന്നണം? ബാഡ് വരണം. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഇറ്റ്സ് എ റോക്കറ്റ് സയൻസ്. അപ്പോൾ ആ പറച്ചിൽ തോന്നണം ഇത് ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഇറ്റ്സ് എ റോക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അപ്പോൾ ദിസ് ഈസ് വാട്ട് വി കോൾ മ്യൂസിക്. ഉയർത്തിനടുത്ത് ഉയർത്തി പറഞ്ഞ്, താഴത്തോട് താഴ്ത്തി പറഞ്ഞ്,
താളത്തിൽ പറഞ്ഞ് ഇത് എപ്പോഴേ പറ്റുള്ളൂ. ടുഡേ ആയി കഴിയുമ്പോൾ മറ്റേ ഇത് പറ്റില്ല. വളരെ സാവകാശം, റിലാക്സ്ഡ് ആൻഡ് ഫൈൻ ട്യൂൺ ഇറ്റ്. ഇതാണ് ഇംഗ്ലീഷ്. ഒരു ഇംഗ്ലീഷുകാരും നിങ്ങൾ തെറ്റിച്ച് അവർ സ്പീഡിൽ സംസാരിക്കാൻ കാണില്ല. അവരെപ്പോഴും നല്ല താളത്തിലാണ് പറയാം. കാര്യം അവരുടെ ഭാഷയാണ്. അതിലെല്ലാം ഉപരി ഇപ്പം ഞാനിപ്പോൾ മലയാളം സംസാരിക്കുന്നത് അതിനൊരു താളം ഉണ്ടാവണം, വേണ്ടേ? ഉയർത്തി പറയണം. ഇനി പതുക്കെ പറഞ്ഞെടുത്ത് എന്ത് ചെയ്യണം? പതുക്കെ പറയണം. ഇങ്ങനെയാണെങ്കിലാണ് നമ്മളെ സംസാരം ആകർഷണീയമാവുള്ളൂ. ഇത് അതിൽ ആകർഷണമൊക്കെ വരണം. ദ സെയിം മ്യൂസിക് ക്യാൻ ബി അപ്ലൈഡ് ടു ഇംഗ്ലീഷ്. സോ യു നീഡ് ടു കൺട്രോൾ ദ പേസ്, തിങ്ക്. ഒരിക്കലും തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ആസ് വി ആർ ടീച്ചേഴ്സ് ഒരിക്കലും നമുക്ക് വി കാൻ എൻ്റർടൈൻ മിസ്റ്റേക്സ്. നിങ്ങൾ പറയുമ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത്? ഐ വാസ് നോട്ടിങ് ഔട്ട് ദ മിസ്റ്റേക്സ്. ബൈ ദി എൻഡ് ഓഫ് ദി ക്ലാസ്, അറ്റ് ദി എൻഡ് ഓഫ് ദി ക്ലാസ് everyone's English should be free from mistakes. മനസ്സിലായോ? ഇംഗ്ലീഷ് ഗ്രാമർ വേണ്ട, ഇതൊന്നും വേണ്ട എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അട്ടർ നോൺസെൻസ്. ഒരു ഭാഷയുടെ സ്ട്രക്ചർ ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പൊട്ടത്തരമാണ്. മലയാളം തന്നെ ആലോചിച്ച് നോക്കൂ. ഞാൻ ഇന്നലെ വന്നു, ഞാൻ ഇന്നലെ വരും, നാളെ ഞാൻ അവനെ കണ്ടു എന്നൊക്കെയാണ് ഒരാൾ പറയുന്നത്. ഇന്നലെ ഞാൻ അവിടെ പോകുമായിരുന്നു, ഞാനെന്ന് അവിടെ പോകുന്നു, ഞാൻ അവനെ കണ്ടു, എന്നിട്ട് അവനെ എടുക്കാറുണ്ട്, എന്നിട്ട് അതെടുത്തു. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? സോ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് നമ്മളെ ക്ലാസ്സിൽ ഉദ്ദേശം അതാണ്. ഈ പഠിച്ചനുസരിച്ച് ലാംഗ്വേജ് പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പഠിച്ചനുസരിച്ചിട്ട് വേണം പറയാൻ. ടേക്കിന് ടുക്ക് എന്ന് പറയണം, കമ്മിന് കെയിം എന്ന് പറയണം വന്നു എന്നുള്ളതിന്. എന്നിട്ട് ഇപ്പോഴും എസ്ഡ ആം കമ്മിങ് എന്ന് പറയുകയാണെങ്കിൽ വി ക്യാൻ എൻ്റർടൈൻ ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് പൊട്ടത്തരം പറയാൻ, മിസ്റ്റേക്സ് പറയാന്നുള്ളത് വി ക്യാൻ എൻ്റർടൈൻ. അത് നിങ്ങൾ തുടക്കത്തിൽ ഐ കുഡ് എൻ്റർടൈൻ, ബട്ട് ഇറ്റ് 7th ക്ലാസ്. സോ വി നീഡ് ടു ബി കെയർഫുൾ. പഠിച്ചതനുസരിച്ച് വൊക്കാബുലറി ഉപയോഗിച്ച്, സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട്, പ്രൊനൗൺസിയേഷൻ പഠിപ്പിച്ചു. അതുപോലെ വി നീഡ് ടു വർക്ക്, എസ്പെഷ്യലി യൂസിങ് ഗ്യാപ്പ് ഫില്ലേഴ്സ്. പിന്നെ നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഫില്ലേഴ്സ് പഠിച്ചു. അതൊക്കെ ഉപയോഗിച്ച് സംസാരിക്കും. ഇംഗ്ലീഷ് ബ്യൂട്ടിഫുൾ. സാഡ്ലി സ്പീക്ക്, ഇൻട്രസ്റ്റിംഗ്ലി സ്പീക്ക്, ഇതൊക്കെ we can add them into your conversation, day-to-day conversation. Understand me? So improving accent can be learned, it can be done over time. So we need to deliberately control the pace and think and speak. Understand me? But I couldn't find many people with a lot of mistakes. അങ്ങനെ ഒന്നും കണ്ടില്ല. I was noting down കുറച്ച് മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുള്ളൂ. ഗ്രാമർ, you have improved your grammar. That's a really positive thing. You have improved a structure. Grammar എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ്. You have improved it. Vocabulary wise you have far improved. Pronunciation നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണത്, പഠിച്ചതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. വെഹിക്കിൾ എന്ന് പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ വെഹിക്കിൾ എന്ന് പറയുന്നത് പറഞ്ഞ ശീലം. അപ്പോൾ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എക്സാം എന്ന് പറഞ്ഞാൽ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. യു നീഡ് ടു പ്രാക്ടീസ്. ഇസ്ലാമി നമ്മളെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഒരു സ്പന്ദനമൊന്നും പഠിച്ച് അതേപോലെ കാലകാലം പോകുന്നതല്ല. നമ്മൾ വി ഹാവ് ടു അപ്ഡേറ്റ്, ബിക്കോസ് വി ആർ ടീച്ചേഴ്സ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കാട് ഇംഗ്ലീഷ് അറിയാം. ദേ നോ ബെറ്റർ ദാൻ us. Now everything we are the smartest. നിങ്ങൾ ഇപ്പോൾ യെസ്റ്റർഡേ ഐ ആം ഗോയിങ് ദെയർ എന്നൊക്കെ പറയുകയാണെങ്കിൽ പിള്ളേരും കൂടെ പറയില്ല, ബട്ട് ദേ വിൽ മാർക്ക് ഇറ്റ് ബിക്കോസ് ദേ നോ ബെറ്റർ ഇംഗ്ലീഷ്. Understand me? So തെറ്റില്ലാതെ പറയുക, ഫ്രീ ഫ്രം മിസ്റ്റേക്സ് ആൻഡ് ഫ്ലുവൻസി, റിലാക്സ്ഡ് ആയി പറയുക.